എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 41 ശ്ലോകം 31, 32, 33, 34, 35, 36, 37 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ മധുരാപുരിയിലെ ജനങ്ങൾ മുഴുവനും ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് അതിലാകൃഷ്ടരായിട്ട്, സ്ത്രീകൾ മുഴുവൻ എല്ലാ പണികളും ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ കാണാനായിട്ട് ഓടി വരണു. ഭഗവാന്റെ ആ കണ്ടപ്പോഴേക്കും അവരുടെ മനസ്സ്, ഹൃദയം അങ്ങോട്ട് ആനന്ദഭരിതമായി എന്ന് പറയുന്നു. ഇനി വേറൊന്നും കാണണ്ട കണ്ണുകൾക്ക് എന്നുള്ള ഒരു മട്ടായി അവർക്ക്. എന്നിട്ട് അവരിത് പറയണു, എന്തൊരു ഭാഗ്യാണ് ആ ഗോപസ്ത്രീകളുടെ. നമുക്ക് ഒരു തവണ കണ്ടപ്പോ തന്നെ ഭഗവാനെ കണ്ടുകൊണ്ടേയിരിക്കണം എന്നിങ്ങനെ തോന്നുന്നു. അപ്പൊ ആ ഗോപസ്ത്രീകളുടെ ഒരു ഭാഗ്യം നോക്കുക അവര് തമ്മിൽ പറയാ. ഇത്ര കാലം ഈ ഭഗവാന് ദർശനം മാത്രല്ല സ്പർശനം കൂടി അവർക്ക് എത്ര പുണ്യം ചെയ്തിട്ടുണ്ട് ആ ഗോപസ്ത്രീകൾ. മധുരാപുരിയിലെ ജനങ്ങളാണെങ്കിലും എല്ലാവരും കംസനെ ഭയന്ന് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ശരിക്കും. പക്ഷെ അവരതെല്ലാം മറന്നു. എല്ലാം മറന്ന് ഓരോരുത്തരും ഭഗവാനെ അങ്ങനെ അവരവരുടെ സാധനങ്ങളെ കൊണ്ട് സ്വീകരിക്കണം, പുഷ്പവൃഷ്ടി ചെയ്യണം. ആ പൂർണ്ണ കുംഭത്തോടെ ഭഗവാനെ സ്വീകരിക്കണം എല്ലാവരും. ബ്രാഹ്മണരാണെങ്കിൽ വേദം മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കണം. ഓരോരുത്തരും അവരവർക്ക് പറ്റിയത് മുഴുവൻ ഭഗവാന് സമർപ്പിക്കണം. അപ്പോഴാണ് ആ ഗോപസ്ത്രീകളുടെ ഭാഗ്യത്തിനെ പറ്റി പറയണത് അടുത്ത ശ്ലോകത്തില്. മധുരയിലെ സ്ത്രീകള് എല്ലാവരും, സ്ത്രീകള് മാത്രമല്ല മധുരാപുരി വാസികൾ എല്ലാവരും പറയാണ് ഗോപസ്ത്രീകളുടെ ഭാഗ്യം. ആ ഗോപൻ വ്രജത്തില്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. ഊജു പൗരാ അഹോ ഗോപ്യ തവ കിമചരൻ മഹത് യാഹ്യേതാവനുപശ്യന്തി നരലോകമഹോത്സവൗ. ഒരു തവണ കണ്ടപ്പോ തന്നെ അതിസന്തുഷ്ടകളായ മധുരാപുരിയിലെ സ്ത്രീകള് എപ്പോഴും ഇവര് കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപികളെ അങ്ങനെ സ്തുതിക്കുകയാണ്. ഓ ഭാഗ്യം! ആനന്ദം സ്വരൂപത്തെ ധരിച്ചു വന്നിരിക്കുന്ന ഇവര് രണ്ടുപേരെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഗോപികള് ഇത്രയും മഹാതപസ് അവര് ആചരിച്ചിട്ടുണ്ടാവും തീർച്ചയാണ്. അങ്ങനെ മഹാതപസ് ചെയ്യാത്തവർക്ക് ഈ ആനന്ദമൂർത്തികളെ സദാ കാണാൻ സാധിക്കില്ല എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ഭഗവാൻ അവരുടെ ഇതെല്ലാം കേട്ടുകൊണ്ടും അവരുടെ സ്വീകരണങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടും അങ്ങനെ നടക്കണു. രണ്ടുപേരും പുഞ്ചിരിച്ചുകൊണ്ട് സുന്ദരകുട്ടന്മാരായിട്ട്. അപ്പോഴാണ് ഒരു രജകന്റെ വരവ്. രജകം കഞ്ചിദായാന്തം രംഗകാരം ഗദാഗ്രജ ദൃഷ്ട്വാ അയാചതവാസാംസി ധൗതാന്യത്യുത്തമാനി ച. അങ്ങനെ നിർമ്മല മനസ്സുള്ള ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുന്ന ആ മനോഹര സ്വരൂപം തന്നെ ക്രൂരചിത്തന്മാരെ നിഗ്രഹിക്കുകയും ചെയ്യും എന്ന് അത് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ രജകന്റെ കഥ വിസ്തരിക്കുകയാണ്. അങ്ങനെ ഈ സജ്ജനങ്ങളെല്ലാം ഭഗവാന്റെ ദർശന നിമിത്തം ആഹ്ലാദിച്ച് ഭഗവാനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോ രാജവീതിയിൽ കൂടി സഞ്ചരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ നേരെ വരുന്ന ഒരു അലക്കുകാരനെ കണ്ടു. ഇവനാണ് ഈ വസ്ത്രങ്ങള് ചളി കളഞ്ഞ് വെളുപ്പിക്കുന്നവനാണ്. വസ്ത്രങ്ങൾക്ക് മനോഹരങ്ങളായ കരാകൂറി മുതലായ ബഹുവിധ അലങ്കാരങ്ങളൊക്കെ ചേർത്ത് കംസന്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്ന അലക്കുകാരൻ. അത് മനസ്സിലായി ഭഗവാന്. അപ്പോ ആ രജകനോട് ചോദിച്ചു, കണ്ട നല്ല വസ്ത്രങ്ങളാണല്ലോ, കംസന്റെ ഒക്കെ പട്ടു വസ്ത്രങ്ങളല്ലേ, ഞങ്ങൾക്ക് ഈ വസ്ത്രങ്ങൾ തരുമോ? അപ്പൊ ഇവരുടെ വസ്ത്രങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഈ വ്രജത്തിന്ന് വരുന്ന ഈ രാമനും കൃഷ്ണനും ആ ഗോപന്മാർക്കൊക്കെ സാധാരണ വസ്ത്രങ്ങളല്ലേ, അവര് ഗ്രാമീണരല്ലേ. അപ്പൊ ഒരു മേൽവസ്ത്രമൊന്നുമില്ല. ഒരു ഭഗവാൻ ഒരു മഞ്ഞപ്പട്ട് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ നീലപ്പട്ട് ബലരാമേട്ടന് എടുത്തിട്ടുണ്ട്. ഗോപന്മാർക്ക് അത് പട്ടൊന്നും അല്ല, അങ്ങനെയുള്ള സാധാരണ വസ്ത്രങ്ങള് അവരവരുടെ ഇതിനനുസരിച്ചിട്ടുള്ളത്. ഇവര് പിന്നെ രാജകുമാരന്മാരായതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി നല്ല വസ്ത്രങ്ങളുണ്ട്. അപ്പോ രാജാവിന്റെ വസ്ത്രം അത് കേമാണല്ലോ, അപ്പൊ അത് വേണം എന്ന് ചോദിച്ചു ഭഗവാൻ. ആ കുട്ടികൾക്കൊക്കെ നല്ല വസ്ത്രങ്ങൾ കൊടുക്കാന്നുള്ള ഉദ്ദേശത്തില്. നല്ല മനസ്സുള്ളവരെന്താ ചെയ്യാ, തങ്ങളുടെ പക്കല് ഭഗവാന് കൊടുക്കാനൊന്നുമില്ലെങ്കിൽ പത്രം, പുഷ്പം, ഫലം, തോയം, ഇങ്ങനെ സാധാരണയായിട്ടുള്ള
പദാർത്ഥങ്ങളെങ്കിലും അവർക്ക് അത്രേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതെങ്കിലും എന്തെങ്കിലും ഒന്ന് ഭഗവാന് സമർപ്പിക്കണം എന്ന് അത് ഭഗവാൻ അർപ്പണം ചെയ്യാതെ അവര് ജലപാനം ചെയ്യില്ല അല്ലെ. എന്തെങ്കിലും വലിയ പട്ടുവസ്ത്രങ്ങളും അങ്ങനത്തെ ധനം കൊണ്ട് മേടിക്കാൻ പറ്റുന്നതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങള് ഒരു പുഷ്പമെങ്കിലും ഭഗവാന് സമർപ്പിക്കും. അപ്പൊ ദുർജനങ്ങളുടെ കയ്യിലോ എത്ര തന്നെ സാധനങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാൻ അവരുടെ അടുത്ത് വന്ന് ചോദിച്ചാൽ കൂടി ഒന്നും കൊടുക്കില്ല, അത് സമർപ്പിക്കില്ല. ആ ഭാഗ്യം ഇല്ലാത്തതുകൊണ്ടാണ് അവര് ദുർജനങ്ങളായി ഭവിച്ചത് തന്നെ എന്നതാ ഈ ഉദാഹരണ സഹിതം പറയാണ്. അങ്ങനെ ഒരു പ്രധാന വേഷക്കാരനായിട്ടാണ് ശ്രീശുകൻ ഈ രചകനെ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള ആളുകള് അങ്ങനെ ആവരുത് എന്ന് നമുക്കൊക്കെ ഉള്ള ഒരു പാഠാണ്. ഭഗവാൻ നേരിട്ട് വന്ന് ചോദിച്ചിട്ടും കൊടുത്തില്ല. നല്ല മര്യാദയോടുകൂടി തന്നെ ഭഗവാനായ രചകനോട് ചോദിക്കുന്നു. ദേഹ്യാവയോ സമുചിതാനി അംഗ വാസാംസി ചാർഹതോ ഭവിഷ്യതി പരം ശ്രേയോ ധാതുസ്തേ നാത്ര സംശയ. ഭഗവാൻ പറഞ്ഞു, അതെ ഹേ പൂജ്യ, അങ്ങനെയാണ് വിളിച്ചത്. ശരിക്കും എടാ എന്നൊന്നുമല്ല പറഞ്ഞത്, നല്ല മര്യാദയോടുകൂടി ബഹുമാനത്തോടു കൂടി. ഹേ പൂജ്യ, ഞങ്ങള് ദാനം സ്വീകരിക്കാൻ അർഹരാണ്. അപ്പൊ ഞങ്ങൾക്ക് അതുപോലെയുള്ള നല്ല വസ്ത്രങ്ങൾ നീ തരണം. അങ്ങനെ നീ തന്നാൽ നിനക്ക് നാശരഹിതമായ ശ്രേയസ് ഉണ്ടാകും. അതിൽ സംശയിക്കണ്ട കേട്ടോ. നിനക്ക് ശ്രേയസ് ഉണ്ടാവും ഞങ്ങൾക്ക് വസ്ത്രം തന്നാൽ എന്നാ പറഞ്ഞത്. ഇതങ്ങോട്ട് കേട്ടില്ലേ? ദാനം സ്വീകരിക്കാൻ ഞാൻ തന്നെയാണ് യോഗ്യൻ എന്ന് ശരിക്കും ഭഗവാൻ എല്ലാവർക്കും നമുക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ രചകനോട് പറഞ്ഞു. അത് ചോദിക്കുന്ന ആൾക്ക് സന്തോഷമാണല്ലോ, അതുപോലെ മര്യാദയായിട്ട് തന്നെയാണ് ചോദിച്ചത്. പക്ഷേ രചകൻ അതിനെ കേട്ടപ്പോ ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. സയാചിതോ ഭഗവതാ പരിപൂർണേന സർവദാ സാക്ഷേപം രുഷിത പ്രാഹ ഭൃത്യോ രാജ്ഞ സുദുർമദ. എല്ലാ ദേശത്തും എല്ലാ കാലത്തും എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നത് ഭഗവാനാകയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സർവത്ര പരിപൂർണനാണ്. ഒന്നിലും പൂർണ്ണതയില്ലാതെ പരിച്ഛിന്ന ഭാവത്തോടെ ക്ലേശിച്ചിരിക്കുന്ന ജീവന്മാരോട് പരിപൂർണനായ ഭഗവാൻ യാചിക്കുക എന്ന സംഗതി അല്ലെ, അത് യാചിച്ചില്ലേ? എന്തൊരു ആശ്ചര്യം, എത്ര അത്ഭുതമാണത്. അങ്ങനെയുള്ള ഭഗവാൻ യാചിച്ചിട്ടും കൊടുക്കാതിരിക്കുന്ന ദുഷ്ടൻ വധാർഹൻ തന്നെ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ രചകന്റെ ദുസ്വഭാവത്തെ വിവരിക്കുന്നത്. പരിപൂർണനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വിനയമധുര സ്വഭാവത്തോടുകൂടി ഇങ്ങനെ യാചിച്ചപ്പോ കംസന്റെ ഭൃത്യനും അഹങ്കാര നിമിത്തം കണ്ണു കാണാത്തവനുമായ ആ രചകൻ ദേഷ്യഭാവത്തോടെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഈദൃശാന്യേവ വാസാംസി നിത്യം ഗിരിവനേജരാ പരിധത്ത കിമുദ്വൃത്താ രാജദ്രവ്യാണ്യഭീപ്സഥ. രചകൻ എന്താ പറഞ്ഞത്? അതെ, ഒരു ശങ്കയും കൂടാതെ എന്തും പ്രവർത്തിക്കുന്ന ദുർവൃത്തന്മാരെന്ന് വിളിക്കണതാ. കാടുകളിലും മലകളിലൊക്കെ അങ്ങനെ സഞ്ചരിക്കുന്ന നിങ്ങളെ ഇങ്ങനെയുള്ള ഉത്തമ വസ്ത്രങ്ങൾ തന്നെയാണോ ധരിക്കാറുള്ളത്? ഇത്രയും കേമായിട്ടുള്ള വസ്ത്രം തന്നെ വേണമല്ലേ നിങ്ങൾക്ക്? രാജാവിന്റെ രാജദ്രവ്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കണ്ടല്ലോ. ആഹാ, ധിക്കാരം കൊള്ളാം, മോഹം കൊള്ളാം അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെട്ടു. ഭഗവാന്മാരായ ബലരാമനും ശ്രീകൃഷ്ണൻ ധരിച്ചിരിക്കുന്ന നീല പീതാംബരങ്ങള്, അവര് രണ്ടുപേരും ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എത്രയോ സൗന്ദര്യവും യോഗ്യതയും ഒക്കെ ഉള്ളതാണ്. എങ്കിലും ദുഷ്ടനായ രചകന്റെ ദൃഷ്ടിയിൽ ആ വസ്ത്രങ്ങളുടെ സൗന്ദര്യമൊന്നും അത്ര സൗന്ദര്യം ഉണ്ടെന്ന് അയാൾക്ക് തോന്നിയില്ല. അതുകൊണ്ട് എവിടുന്നോ വരുന്ന കാട്ടുന്ന് കയറി വരുന്ന ദരിദ്രവാസികൾ അങ്ങനെയല്ലേ പറയാ, അങ്ങനെ അവന് തോന്നിയത്. യാദാശുബാലിശാമൈവം പ്രാർത്ഥ്യം യദി ജിജീവിഷാ ബധ്നന്തി ഘ്നന്തി ലുംബന്തി ദ്രുപദം രാജകുലാനിവൈ. ഹേ മൂർഖന്മാരെ, വീട്ടികളെ, നിങ്ങളെ അറിവില്ലാത്തവരായതുകൊണ്ടാ ഇങ്ങനെ ഈ രാജാവിന്റെ വസ്ത്രങ്ങൾ വേണം എന്ന് ആഗ്രഹിക്കണത്. അതുകൊണ്ട് ഞാനിപ്പോ ക്ഷമിച്ചിരിക്കണു. അതെ പോക്കോ പോക്കോ പോക്കോ, ഇവിടെ നിൽക്കണ്ട, ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോ. ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെ മേലെ ഇങ്ങനെയൊന്നും ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ വന്നേക്കരുത് കേട്ടോ. അങ്ങനെ അങ്ങ് ആഗ്രഹിച്ചിട്ട് ഇനിയും വന്നാൽ രാജാവിന്റെ ആൾക്കാര് നിങ്ങളെ പിടിച്ച് കെട്ടി അടിച്ച് ഓടിക്കും. അത് മാത്രല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മുതലുണ്ടെങ്കിൽ അതിനെ മുഴുവൻ എടുക്കുകയും ചെയ്യും. അങ്ങനെ ആഹാ വന്നേക്കണു, എന്താ രാജാവിന്റെ വസ്ത്രം വേണമെന്ന്? പോ സ്ഥലം വിട്.
ഏവം വിഗദ്ധമാനസ്യ കുപിതോ ദേവകീസുത രജഗസ്യ കരാഗ്രേണ ശിരകായാത് അപാദയത്. അങ്ങനെ ആത്മപ്രശംസ ചെയ്തുകൊണ്ട് അസംബന്ധം പറയുന്നത് കേട്ടപ്പോ ദേഷ്യം വന്നു. അവന്റെ വാക്കങ്ങട് കേട്ടോ. അങ്ങനെ ദേവകീപുത്രൻ ശ്രീകൃഷ്ണൻ ഒരു പ്രയാസം കൂടാതെ കൈന്റെ നാക്കം കൊണ്ട് രജകന്റെ ശിരസ് അങ്ങട് നുള്ളി പൂവിളിക്കാണ്ട് ഇട്ടു. ഈ കുട്ടികള് കൈനഖം കൊണ്ട് പൂമൊട്ട അറുക്കണത് പോലെ ഭഗവാൻ രജകന്റെ ശിരസിനെ നഖം കൊണ്ട് നുള്ളി അറുത്തിട്ടു എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഭഗവാന്റെ അപ്രമേയ ബലം എല്ലാവരും കണ്ടോണ്ട് നിൽക്കല്ലേ, കാണട്ടെ എന്നുള്ള മട്ടിൽ തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് കംസനെ നിഗ്രഹിക്കാൻ പോണത്. ഇത് ആദ്യം വരെ കംസവധ നാടകത്തിലെ നാന്തി കഴിഞ്ഞു. എല്ലാവർക്കും സമാധാനമാവും ഈ കംസനിൽ നിന്ന്. ഇനി പേടിക്കേണ്ട കംസനിൽ നിന്നെന്നുള്ളൊരു സമാധാനം അത് കണ്ടു നിൽക്കണവർക്കൊക്കെ വന്നു. ഈ രജകൻ കഴിഞ്ഞ ജന്മത്തിലെ സീതാദേവിയെ പറ്റി അപരാധം പറഞ്ഞില്ലേ, ആ അലക്കുകാരനാണെന്ന് പല പുരാണത്തിലും കാണുന്നുണ്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.